ഞാൻ റീൽസ് അതാണ് മെയിനായിട്ട് ചെയ്തോണ്ടിരിക്കണേ. പിന്നെ ഈ നെഗറ്റീവ് കമന്റ് അതിലൊക്കെ ഒന്ന് നെഗറ്റീവ് വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ എങ്ങനെയാ കാണുന്നത്? ഞാൻ അത് പോസിറ്റീവായിട്ട് കാണാറില്ല, ഞാൻ ഒന്നും തിരിച്ചു പറയാറില്ല. ഇല്ല, ഫുള്ള് തെരുവില്ല. അത് ഇങ്ങനെ ചെറുപ്പത്തിലെ പഠിക്കുമ്പോഴുണ്ട്, മുടി വളർത്തി സ്കൂളിൽ പഠിക്കുമ്പോഴുണ്ട് ഉണ്ട് നൈസായിട്ട്. ഓ, ഇത്രയാണല്ലേ? ഓ, ഇതാണ് നമ്മുടെ വിശ്വരൂപം. പിന്നെ അതൊരു 1 മണിക്കൂർ 2 മണിക്കൂർ ഇരിക്കും, ഫാനും ഡ്രൈവറും കൂടി ഇരിക്കുന്നുണ്ട്. ഞാൻ ഓരോരുത്തർ നടന്നു പോകുമ്പോ നോക്കുമ്പോ ഇപ്പൊ കളിയാക്കി ചിരിയാ, കളിയാക്കി ചിരിക്കുന്നത്. നമ്മള് കാണേണ്ട കളിയൊക്കെ ഇരിക്കാം നമ്മുടെ മുഖത്ത് നോക്കിട്ടാ. ഇല്ല, കുറച്ചിന് പോയപ്പോ വെറുതെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയാ അപ്പൊ ചിരിക്കിന്റെ അവിടെ. അതുവരെ അങ്ങനെ മിണ്ടാണ്ട് നിൽക്കും, ബാക്ക് ഒറ്റ ചിരിയാ നമ്മളെ കളിയാക്കിട്ട്. പോലീസ് വീട്ടിലെടുത്ത് പോലീസില്ലേ, പുറത്തേക്ക് പോകുമ്പോ ചിലപ്പോ പുറത്ത് നമ്മൾ പോയോണ്ടിരിക്കും, ചിലപ്പോ വന്ന് ചെക്ക് ചെയ്യലും കാര്യങ്ങളാ. ആൾക്കാരെ മുന്നിൽ വെച്ച് ചെക്ക് ചെയ്യും, അതൊരു ഇത്തിരി ശോക. അപ്പൊ നമ്മളൊരു പ്രത്യേക മനുഷ്യനെ പോലെ ആൾക്കാരെ അപ്പൊ നോക്കും റൗണ്ടടി നമ്മളതിന് വഴിക്ക് പോകുമ്പോ. നമ്മുടെ പുലിമുരുകൻ അല്ലേ? ആ പുലിമുരുകൻ ഈ സെറ്റിൽ ഇയാൾ ആദ്യമായിട്ട് കണ്ടേ. കണ്ടത് ഒരാളെ ഒരു വീഡിയോ കണ്ടിട്ട് വിലയിരുത്തരുത്, ഡയറക്റ്റ് വർത്താനം പറഞ്ഞ്. അന്നേരം നമ്മുടെ എല്ലാവർക്കും അറിയുള്ളൂ നമ്മളെങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ, അത്ര പറയുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും പറയാൻ വലിയ അവരെടുത്ത് അടുത്ത് വരാണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആൾക്കാരെടുത്ത്. ചോദിക്കു പറയാൻ പറ്റുന്ന സോഷ്യൽ മീഡിയ താരം വിഷ്ണു റാമാണ്. നമസ്കാരം. നമസ്കാരം. അങ്ങനെ വിഷ്ണു സോഷ്യൽ മീഡിയയിൽ ഒരു മുടി ചൂടാമന്നനായിരിക്കണല്ലേ? ചെറുതായിട്ട്. പണ്ടാരെ പറഞ്ഞല്ലേ, ഈ വിഷ്ണു മുടി വളർത്തി, മുടി വിഷ്ണുവിനെ വളർത്തി അല്ലേ? അല്ല പിന്നെ വളർന്നു. അല്ല, ഈ മുടി വന്നതിന് ശേഷവും മുമ്പും വിഷ്ണുവിന്റെ 2 ലൈഫായിരുന്നോ? രണ്ട് ലൈഫായിരുന്നു. എങ്ങനെയാ? ഒരെണ്ണം സാധാ ഇത് മുടി വന്നുകൂടി ഇത്തിരി ഇങ്ങനെ അറിയാം, ആൾക്കാർക്ക് അറിയാലേ? അറിയാം, പുറത്തേക്ക് അറിയാം. ഓ, ഇപ്പൊ നമ്മളിപ്പോ എവിടെ പോയാലും ആൾക്കാർ നോക്കൂല്ലേ? നോക്കൂ. അത് ഒരു 500 ആളുള്ള സ്ഥലത്താണെങ്കിലും നമ്മളൊന്ന് തെച്ചുകോട്ട് രാമേന്ദ്രം വന്നു കഴിഞ്ഞാൽ പോലെ ഓണാ ഒരു ഫോട്ടോക്ക് വരാറുണ്ട് ഇടയ്ക്ക് ഒരേ ഫോട്ടോകൾ എടുക്കും. ആൾക്കാർ സെൽഫി കൊടുക്കൂല അടുത്തു. അപ്പൊ ഇങ്ങനെ ഒരു ഐഡിയ വന്നേ എപ്പോഴാ ഇങ്ങനെ ഒരു മുടി വളർത്താന്ന്? അത് ഇങ്ങനെ ചെറുപ്പത്തിലെ പഠിക്കുമ്പോഴുണ്ട്, മുടി വളർത്തി സ്കൂളിൽ പഠിക്കുമ്പോഴുണ്ട്. ഉണ്ട്. ഇത്രയ്ക്ക് ഉണ്ടാവില്ല അല്ലേ? ഇല്ല, ഇങ്ങനെ കുറച്ച് വളർത്തി. പിന്നെ സ്കൂൾ പഠിത്താണ്ട് കഴിഞ്ഞപ്പോ പിന്നെ അങ്ങോട്ട് പിന്നെ വെട്ടിയില്ല. കൊറേ ഫാൻസ് ഉണ്ട് അതിന് ചെറുതായിട്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ എത്രയുണ്ട്? ഒരു 77. അതെല്ലേ? നമ്മളോടുള്ളൊരു താല്പര്യമാണ് അല്ലേ ഈ ഒരു. വേറെ എന്തൊക്കെയാ മറ്റേ കലാപരിപാടികള്? ഓണക്കളിക്കുന്നുണ്ട്. ഓണക്കളിക്ക് പാട്ടാണോ? പാട്ടല്ല, കളിക്കാനായിട്ട്. ആരുടെ കൂടെയാണ്? നമ്മുടെ ആദ്യം നാദത്തില് കളിച്ചിരുന്നേ, ഇപ്പൊ 2 കൊല്ലമായിട്ട് നടന്നില്ല കളിക്കണേ. ഓ ശരി. ഇങ്ങനെ അവിടെ നമ്മള് പോയി കഴിഞ്ഞാൽ നമ്മള് തരവും. ഇടയ്ക്ക് കളിക്കാരന് കിട്ടാറുണ്ട്, ഇടയ്ക്ക് കളിക്കാരന് ട്രോഫി കിട്ടാറുണ്ട്. ശരി. അപ്പൊ ഇത് ഈ മുടി ശരിക്കും പറഞ്ഞാൽ അത് നമ്മളിപ്പോ ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കണം. ചില സന്യാസിമാരെ കാണാം അല്ലെ ഇങ്ങനെ. ചേട്ടാ, അപ്പൊ ഇതും ഇങ്ങനെ അഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ എത്ര നീളമുണ്ട്? അഴിച്ചു കഴിഞ്ഞാൽ എത്ര? ഓ, ഇത്രയാണല്ലേ? ഓ, ഇതാണ് നമ്മുടെ വിശ്വരൂപം. ഓ, ഇത് ഭയങ്കര ഒരു സംഭവമാ. അല്ല, ഇത് ഇങ്ങനെ സെറ്റ് ചെയ്താണോ? സെറ്റ് ചെയ്തല്ല, ഒറിജിനൽ മുടിന്ന് പിരിച്ചടിച്ചെടുത്താ നീഡിൽ വെച്ചിട്ട്. അല്ലാതെ ഇപ്പൊ നമ്മള് കൊറേ മുടി വളർത്തിയോണ്ട് ഇങ്ങനെ ജട പിടിക്കില്ല അല്ലേ? ഇല്ലില്ല, അത് നമ്മൾ തന്നെ നീഡിൽ വെച്ച് ചെയ്താ. അതെവിടെ ചെയ്യാത്? ഞാൻ നമ്മുടെ കൂട്ടുകാരൻ ചെയ്താ, തൃശ്ശൂരുള്ളതാ. അപ്പൊ ഞാൻ ചോദിക്കുന്നതേ, അപ്പൊ നമുക്ക് സാധാരണ രീതിയിൽ നമ്മള് ഇത് കുളിക്കുമ്പോഴൊക്കെ ഇത് വൃത്തിയാവും എങ്ങനെയാ? പിന്നെ അപ്പോഴത് സാധാരണ ഇപ്പൊ സ്ത്രീകൾ തന്നെ മുടി ഉണക്കാനായിട്ട് കുറെ നേരം പിടിക്കും. ഇതിപ്പോ അതിന്റെ 10 ഇരട്ടി നേരം വരില്ലേ? പിന്നെ ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ ഇരിക്കും, ഫാനും ഡ്രൈവറും കൂടി. വീട്ടില് ഇത് കാലത്ത് വന്നു കഴിഞ്ഞാൽ ഒരു കാഴ്ചയല്ലേ? കാലത്ത് അതന്നെ പോകും, 1 മണിക്കൂർ 2 മണിക്കൂർ ഇരിക്കും. ഞാൻ വിചാരിച്ചു വിഷ്ണു മുടി വളർത്തി അതിങ്ങനെ ജട പിടിച്ചിട്ട് അതൊരു സ്റ്റൈലാക്കി. എങ്ങനെയല്ല, ഇങ്ങനെ ഇതേപോലെ മുടി വളർത്തുന്ന കുറെ ആളുകളുണ്ടല്ലേ? വിഷ്ണുവിനെ പോലെ തന്നെ ഞാൻ ചില ആളുകൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഇതുപോലെ ഇങ്ങനെ മുടി വളർത്തിയിട്ട്. അവരറിയോ? പിന്നെ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ മുടിയന്മാരുടെ? ഇന്നലെ ഫ്ലവേഴ്സിൽ പോയില്ലേ? അതെ, ഫ്ലവേഴ്സിൽ ഏത് പരിപാടി? നമ്മുടെ സ്റ്റാർ മജിക്കില് ലക്ഷ്മി നക്ഷത്രം ചെറിയ കട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓ അല്ലേ? ഓ, അതിലങ്ങ് പോയി തകർത്തു അല്ലേ? തകർത്തു. വീട്ടിലാരൊക്കെയുള്ളു? അമ്മ മാത്രമല്ലോ അല്ലേ?
അപ്പൊ അമ്മക്ക് ഇതിനെ പറ്റി എന്താ അഭിപ്രായം? ഇപ്പൊ കുഴപ്പമില്ല. പണ്ട് ഭയങ്കര പറയും ഇത് വേണ്ടെന്ന് പറയും. പക്ഷെ ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇതിന് മുടീനെ എങ്ങനെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടേ സാധാരണ ഇതിൽ ഇപ്പൊ എല്ലാവരും ഒരു 10-25 വയസ്സ് കഴിഞ്ഞാലേ മുടി കൊഴിഞ്ഞു തുടങ്ങല്ലോ കുറേശ്ശെങ്കിലും. അപ്പൊ അതിനെങ്ങനെയാ പ്രതിരോധിക്കുന്നത്? ഞാൻ ഇത് ട്രീറ്റ്മെന്റിന് നോക്കാറുണ്ട്. ശരി. നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞിട്ട് നോക്കാറുണ്ട്. പിന്നെ എന്നും നൈസിൽ വാഷിങ്ങും കാര്യങ്ങളും സെറ്റ് ചെയ്ത് നടക്കും. മുടി പൊട്ടി പോകണ്ടെങ്കിൽ അപ്പനെ നോക്കും. ഇതിന് ശരിക്കും ഒരു വെയിറ്റ് ഉണ്ടോ മുടിക്ക്? വെയിറ്റ് ഉണ്ട്. ഇപ്പൊ വെയിറ്റ് കുറവാ. മുടി കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെയൊക്കെ ഫുള്ള് തന്നെ ചേറി ചട പിടിച്ചിട്ടുണ്ടായിരുന്നു. ശരി. ഉള്ളിൽ അത് ഭയങ്കര തൂങ്ങി ഇടുന്നിട്ട് തലയ്ക്ക് ഭയങ്കര സീനായിരുന്നു. പിന്നെ അതിൽ കളർ ചെയ്തിട്ടുണ്ടോ മുടിയിൽ? കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ഭയങ്കരമായൊരു കാണുമ്പോ മുടിയാണ്. പക്ഷെ ഇതിൽ പല കാര്യങ്ങളുണ്ടല്ലേ. റേറ്റ് കൊടുത്തതാ. ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ പോസിറ്റീവാണ്. ഇനി ഇതിന്റെ നെഗറ്റീവ് സൈഡ് ഉണ്ടല്ലോ. കാരണം ഇതിനെ നെഗറ്റീവായിട്ട് നമ്മളെ കാണുന്ന ആൾക്കാർ, ഒന്നാമത് മുടിയും താടിയും കുറച്ച് അധികം വളർന്നു കഴിഞ്ഞാല് ആൾക്കാർ പറയുമല്ലോ കഞ്ചാവാണെന്നൊക്കെ പൊതുവാ. ഒന്നാമത്തെ ഡയലോഗ് കഞ്ചാവാണ്. അതങ്ങനെ പറയുള്ളൂ. അതെ. അല്ലാത്ത ആൾക്കാർ ഇപ്പൊ ഷേവ് ചെയ്തിട്ട് കഞ്ചാവ് വലിച്ചാലും അതൊന്നും പ്രശ്നമല്ല. പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് നമ്മളെ നോട്ട് ചെയ്യല്ലേ? നോട്ട് ചെയ്യും. എവിടെ പോയാലും നോട്ടിങ്ങാ. വീടിന്റെ അടുത്തും അങ്ങനെ തന്നെയാ. അത് പോലീസ് വീടിന്റെ അടുത്ത് പോലീസില്ലേ. പുറത്തേക്ക് പോകുമ്പോ ചിലപ്പോ നമ്മൾ പോയോണ്ടിരിക്കും. ചിലപ്പോ വന്ന് ചെക്ക് ചെയ്യലും കാര്യങ്ങളാ. വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇല്ലില്ല. ആൾക്കാരെ മുന്നിൽ വെച്ച് ചെക്ക് ചെയ്യും. അതൊരു തിരി ശോക. ചെക്ക് ചെയ്യാൻ മീൻസ് നമ്മുടെ പോക്കറ്റ് മൊത്തം ചെക്ക് ചെയ്യാ. അപ്പൊ നമ്മളൊരു പ്രത്യേക മനുഷ്യനെ പോലെ ആൾക്കാരെ നോക്കും. റൗണ്ട് അടി നമ്മള് ഇതിന് വഴിക്ക് പോകുമ്പോ കുറെ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ശരി. അങ്ങനെ കുറെ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ സോഷ്യൽ മീഡിയയില് പ്രധാനമായിട്ട് എന്തൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്? റീൽസ് അതാണ് മെയിനായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ ഈ നെഗറ്റീവ് കമന്റ് അതിലൊക്കെ ഒന്ന് നെഗറ്റീവ് വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ എങ്ങനെയാ കാണുന്നത്? ഞാൻ അത് പോസിറ്റീവായിട്ട് കാണാറില്ല. ഞാൻ ഒന്നും തിരിച്ചു പറയാറില്ല. ഇല്ല, ഫുള്ള് തെരുവിളിയാ. അതിൽ നല്ലത് പറയുന്നവരുണ്ടോ? കൊറേ തെറിയില്ല നല്ലത് പറയുന്നവരുണ്ട്. അപൂർവമാണല്ലോട്ടാ. നല്ലത് പറയുന്നവരുണ്ട്. ഇപ്പൊ കുഴപ്പമില്ലാണ്ട് നല്ലതായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കുറച്ച് അറിയപ്പെട്ടു തുടങ്ങി. നമ്മുടെ ഫേസും കാര്യങ്ങളൊക്കെ അറിയപ്പെട്ടു തുടങ്ങിയപ്പോ ആൾക്കാര് നല്ലത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മുമ്പ് ഫുള്ള് തെരുവിളിയാ. എടുത്തു വയ്ക്കാറില്ല. കുന്ന് തെരുവിളിയാ. അപ്പൊ അതൊക്കെ വായിക്കോ? ഞാൻ വായിക്കാറില്ല. നോക്കാറില്ല. നമ്മളാ വ്യൂസ് മാത്രം നോക്കുള്ളൂ അല്ലേ? അത് മാത്രം നോക്കുള്ളൂ. കമന്റിക്ക് നോക്കില്ല. കമന്റ് ഓഫ് ആക്കൂല്ല. ഇല്ല. വ്യൂസ് കയറുന്നുണ്ടോ നോക്കും, ഫോളോവേഴ്സ് കയറുന്നുണ്ടോ നോക്കും. അത്രേ ഉള്ളൂ. അത് നോക്കൂ. കമന്റ് ഓഫ് ചെയ്യില്ല. ഇല്ല. അവരിട്ട് പടക്കട്ടെ. അവരാണ് നമ്മൾ വളർത്തുന്നത്. അതൊക്കെ അത്രേ ഉള്ളൂ. അവരുടെ ആ നെഗറ്റീവ് കമന്റ് ആണ് നമ്മൾ ആൾക്കാർ കൂടുതലേക്ക് വരുന്നത് അല്ലേ? ഒരു 5 മിനിറ്റ് ആ വീഡിയോ നോക്കിയിരിക്കണില്ലേ കമന്റ് ഇടാനെങ്കിലും. പിന്നെ നല്ല കട്ടൻ മോഹൻലാൽ ഫാൻ അല്ലേ? അത് ഫുൾ ഓൺ പവർ ആള്. പണ്ടെങ്ങനെയാണോ? പണ്ടോട്ട് ലാലാണ് ഫാനാ. അതിന്റെ അസോസിയേഷനിലൊക്കെ ഉണ്ടോ ഫാൻസ്? ഞാൻ അവിടുത്തെ വിഷ്ണുവിന്റെ ഞാൻ ഇൻസ്റ്റൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അതിലിങ്ങനെ ഒരു 10-15 വയസ്സൊക്കെ ഉള്ളപ്പോഴേക്കും തോന്നുന്നു അല്ലേ? 15-17 വയസ്സുള്ള വിഷ്ണുവിന്റെ ലാലേട്ടൻ്റെ ഒപ്പം അങ്ങനെ പല കാലഘട്ടത്തിലുള്ള ലാലേട്ടൻ്റെ ഒപ്പം അങ്ങനെ നിൽക്കുന്നുണ്ടോ? അവിടുത്തെ ചേട്ടന്മാരുണ്ടായി ഫാൻസിലെ. ആണോ? അങ്ങനെ ലാലേട്ടനായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? പിന്നെ ആണോ? സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ലാലേട്ടനെ മറ്റേ ടാറ്റു ചെയ്തിട്ടുണ്ടല്ലേ? ടാറ്റു ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാമോ? അത് നമ്മുടെ പുലിമുരുകൻ അല്ലേ? പുലിമുരുകൻ ഈ സെറ്റിൽ ആൾ ആദ്യമായിട്ട് കണ്ടേ. ലാലേട്ടനെ കണ്ടല്ലേ? വന്ന വഴിക്ക് അങ്ങ് ആക്കിയല്ലേ? ലാലേട്ടൻ അപ്പൊ അത്രയ്ക്ക് ഒരു ആരാധനയല്ലേ ലാലേട്ടൻ? സാധാരണ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴേ ഈ ആൾക്കാരെന്താ നമ്മളോട് പറയാ? ബന്ധുക്കളോ അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള ആളുകളൊക്കെ? ഞാൻ ഓരോരുത്തർ നടന്നു പോകുമ്പോ നോക്കുമ്പോ ഇപ്പൊ കളിയാക്കി ചിരിയാ. നമ്മള് കാണേണ്ട കളിയൊക്കെ ഇരിക്കാം. നമ്മുടെ മുഖത്ത് നോക്കിട്ടാ ഇല്ല. കുറച്ചിന് പോയപ്പോ വെറുതെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയാ അപ്പൊ ചിരിക്കില്ല അവിടെ. അതുവരെ അങ്ങനെ മിണ്ടാണ്ട് നിൽക്കും. ബാക്ക് ഒറ്റ ചിരിയാ നമ്മളെ കളിയാക്കിട്ട്. അപ്പൊ നമുക്കൊരു വിഷമം തോന്നും അങ്ങനെ കാണുമ്പോ. എല്ലാവരും അങ്ങനെ തന്നെയാ. ശരി. മിക്കവരും അങ്ങനെയാ. പക്ഷെ ഒരു ഉത്സവ പറമ്പിലൊക്കെ പോയി അങ്ങനെയല്ലല്ലോ. എന്നുവെച്ചാ കളിയാക്കി ചിരിക്കുന്നവരുണ്ട്, ഇഷ്ടമുള്ളവരുണ്ട്. രണ്ടുണ്ടല്ലേ? രണ്ടുണ്ട്. പക്ഷെ കളിയാക്കി ചിരിക്കുന്ന കൂടുതൽ. എവിടെ ഇന്നലെ ഉത്സവത്തിന് പോയിരുന്നു. കളിയാക്കി ചിരിക്കുന്നവരുണ്ടായിരുന്നു. അപ്പൊ ഒറ്റയ്ക്കാണോ പോ? ഇല്ല, കൂട്ടുകാരുണ്ടാവും. ഒറ്റയ്ക്ക് പോകാൻ പോക്ക് കുറവല്ലേ? ഒറ്റയ്ക്കാണ് പോകാറില്ല. കൂട്ടുകാരന്മാരെങ്കിലും ഉണ്ടാവും. പാവുമാർക്കും ദേഷ്യം വരും അങ്ങനെ ചിരിക്കുമ്പോഴേ. എന്തിനാ ചിരിക്കണേ ചോദിക്കണേ? വേറെ എന്താ ആവശ്യമുണ്ട്? ചിരിക്കല്ല, എന്താ ചെയ്യാ? അപ്പൊ ഇത് വെട്ടാൻ പറയാറുണ്ട് ആൾക്കാരൊക്കെ? എന്റെ അടുത്ത് പറഞ്ഞില്ല. അങ്ങനെ ഇപ്പൊ കമന്റില് ഇടുന്ന പോലെ നേരിട്ട് വന്ന് സംസാരിക്കില്ല. സംസാരിക്കില്ലേ? ഓ ശരി. ചിലപ്പോ കമന്റ് ഓരോന്ന് വർത്താനം പറഞ്ഞ് ഫോട്ടോ എടുത്തിട്ട് പോണേ.
അങ്ങനത്തെ ഫാൻസ് ഉണ്ടോ? എനിക്കുണ്ട്. ആരാധികമാര് കൊറേ പേരുണ്ട്. പെമ്പിള്ളേരുണ്ടല്ലേ? അവിടെ ഒരു ഇന്നലെ കൊറേ പേരെ ഉണ്ട്. ഒരു നോക്ക് കാണാൻ എന്റെ വിഷ്ണുവേട്ടന്റെ ഒരു നോക്ക് കാണാൻ കൊറേ പേര് വന്നിട്ടുണ്ട്. കൊറേ പേര് വന്നിട്ട് ചേച്ചിമാര് വന്നിട്ടായി ആളെന്നെയാണോന്ന് അറിയാൻ വന്ന വല്ല പ്രണയ അഭ്യർത്ഥനയൊക്കെ വന്നിട്ടുണ്ടോ? ഉണ്ടായിരുന്നു, വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിലവില് വല്ല പ്രേമങ്ങളൊക്കെ ഉണ്ടോ നിലവില്? ഉണ്ട്. ഒന്നാണോ? പറഞ്ഞോളൂ. ഒന്നോളൂ അല്ലേ? അല്ല എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടം തന്നെ ഒത്തിരി കൂടുതലേ, അതിലൊരു തെറ്റൂല. ഒരെണ്ണല്ലോ. അത് നല്ല ഡീപ്പാണോ? പിന്നെ ഒരു 5 വർഷമായി. 5 വർഷമായിട്ട് അല്ലേ? അപ്പൊ അത് നമ്മുടെ ജീവിതത്തിലേക്കുള്ളതാണല്ലേ? ജീവിതത്തിലുള്ള. ഓക്കെ ഓക്കെ. ആൾക്ക് ഇതൊക്കെ ഇഷ്ടമാണോ മുടിയൊക്കെ? ആൾക്ക് ഇഷ്ടാ, കുഴപ്പമൊന്നുമില്ലേ. ഈ സോഷ്യൽ മീഡിയയിലുള്ള വിഷ്ണുണ്ട്, കലാകാരനെ വിഷ്ണുണ്ട്. പിന്നെ ഈ കലാകാരനെ വിഷ്ണുവിനെ ശരിക്കും അധികം ആൾക്കാർക്ക് അറിയില്ലെന്ന് തോന്നുന്നു അല്ലെ? സോഷ്യൽ മീഡിയയിലുള്ളവർക്ക് വലിയ പെടുത്തല്ലേ? അവർ മുടി വളർത്തിയ ഒരാളാണ്, അവർക്ക് അറിയില്ല. അറിയില്ല. ഇത് എന്തൊക്കെയാ ഇത് ഉണക്കളിയില് എന്തൊക്കെയാ ചെയ്യുന്നത്? കളിയാണ് അല്ലേ? ഒരു ഓർമ്മയിൽ ഒരു 9-10 ക്ലാസ്സിൽ പഠിക്കുമ്പോ തുടങ്ങിയത്. 9ാം ക്ലാസ്സൊക്കെ തൊട്ടല്ലേ? നമ്മുടെ ഒരു കൂട്ടുകാരൻ അവിടെ പോണ്ടായിരുന്നു കളിക്കാൻ. ശരി. അവര് 3 ടീമിൽ അവിടെ പോണ്ടായിരുന്നു. അവരിങ്ങനെ പോയി നമ്മള് കാണാൻ പോകും. അങ്ങനെ ക്രൈസായി കളിക്കാൻ പോയതാ ഈ സംഭവം. പിന്നെ കളിക്കാൻ പോയിട്ട് പഠിക്കില്ല എന്നൊക്കെ വിചാരിച്ചേ. പിന്നെ എന്തോ ഇത് ലാസ്റ്റ് ടൈം എത്തിയപ്പോ കളി പഠിച്ചെടുത്ത് കളിച്ചു തുടങ്ങിയാണ്. അങ്ങനെ കേറി വന്നത് കളിയില്. ഇത് ഓണത്തിന് മാത്രല്ലേ ഉള്ളൂ? ഓണത്തിന് മാത്രമല്ലോ. അപ്പൊ കുറച്ച് പരിപാടിയും കുറച്ച് സാമ്പത്തിക ഇത് കിട്ടും അല്ലേ? ഇത് കിട്ടും. അവിടെ ഞാൻ തുടങ്ങിയത് ഇവിടെ ഉഷസ് എന്ന് പറഞ്ഞിട്ട് പുൽപ്പറവുന്നില്ല ടീമാ നമ്മുടെ ആളൂര്. അവിടെ തുടങ്ങിയേ. അവിടെ നിന്ന് അങ്ങനെ അങ്ങനെ കേറി വന്നതാ. ഇപ്പൊ പ്രധാനമായിട്ടും ജോലി എന്താ? ജോലി ഇപ്പൊ സീസൺ ആയതുകൊണ്ട് ആനപ്പുറത്തിന് പോവാ. ആനപ്പുറത്ത് വരെ. ആനപ്പുറത്ത് എന്താ ചെയ്യാ? എല്ലാരും ആണല്ലേ? അവിടെ നമ്മൾ മുടി ഇങ്ങനെ കെട്ടി വയ്ക്കുക ചെയ്യാ? ക്യാപ്പ് വയ്ക്കും. അവിടെ ഒരു മുടിയ ശരിയാവില്ല അല്ലേ? ഇല്ല, ഞാൻ ക്യാപ്പ് വെച്ച് കയറാറ്. പൊടിയാവൂലോ, പൊടി പറക്കും. പിന്നെ അത് അടുപ്പിച്ച് പരിപാടികളുണ്ടാവേ. അപ്പൊ നമ്മളവിടെ തിരിച്ചറിയണ്ട ആൾക്കാര്. പിന്നെ അതെ, ആനപ്പുറത്ത് കയറുമ്പോ മാത്രമാണ് നമ്മള് മുടിയിലുണ്ട് കാണാല്ലേ നമ്മളെ? എന്തായാലും തിരിച്ചറിയും. പിന്നെ ഇന്നാളൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, SLR വീഡിയോ. അതെ, അവിടെ വീഡിയോ എടുത്തതാ. നൈസായിട്ട് ക്ലിക്ക് ചെയ്ത്. അപ്പൊ അങ്ങനെ ഉത്സവപ്പറമ്പില് ഭയങ്കര രസകരമായിട്ടുള്ള അനുഭവങ്ങൾ അല്ലേ? പിള്ളേരുകള്, ചെറിയ പിള്ളേരുകൾ ഓടി ഒന്ന് ഫോട്ടോ എടുക്കണ ചേട്ടാ അങ്ങനെ പറയാറുണ്ട്. ഫോൺ കൊണ്ട് വരില്ലേ? ഫോൺ കൊണ്ട് വരും. അച്ഛന്മാരുടെ കൂടെ ഓടി വരും, അല്ലെങ്കിൽ എടുത്തിട്ട് വരും. നമുക്കൊരു ഇതാ, സന്തോഷാ. എല്ലാവരും നെഗറ്റീവ് പറഞ്ഞാലും പിള്ളേരുണ്ടല്ലോ, ചെറിയ പിള്ളേര്. അങ്ങനെ. വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? അല്ല, ഇപ്പൊ സീസൺ തന്നെ പോണേ. ഇപ്പൊ ഒന്നിനും പോണില്ല. അങ്ങനെ പോകുന്നില്ല അല്ലേ? ഇപ്പൊ സീസൺ തന്നെ കുറെ നാളെ പരിപാടി ഡിസംബറിലൊക്കെ തുടങ്ങും. മെയ് ലാസ്റ്റ് വരെയും പിന്നെ ആ ഒരു 2 മാസത്തെ കാര്യമുള്ളൂ അല്ലേ? അപ്പോഴേക്കും അല്ലെ ഓണങ്ങളിലും ഇപ്പൊ തുടങ്ങൂല്ലോ, പ്രാക്ടീസ് തുടങ്ങില്ലേ? ഇപ്പൊ മുടിയുടെ ഒപ്പം തന്നെ ഇപ്പൊ മൂക്ക് കുത്തിയുണ്ട്. എത്ര കലേ? മൂക്ക് കുറച്ചാളായിട്ടുള്ളൂ. ഇവിടെ 2 കാലത്ത് സ്റ്റഡ് അടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അത് കളഞ്ഞു. മൂക്ക് മരണത്തിന് മതി. അപ്പൊ ഇങ്ങനെ ഒരു മൊത്തത്തിലുള്ള ഈ ഒരു ലുക്ക് ഇല്ലേ, ഇത് ഇതിലേക്ക് വരാനുള്ള കാരണം എന്താ? ഒരു വെറൈറ്റി പിടിക്കാൻ നിന്നിപ്പോ പിടിച്ചതാ. വെറൈറ്റി അല്ലേ? പുറത്തത്തെ ആൾക്കാര് വിദേശ രാജ്യങ്ങളിലൊക്കെ ചില ആളുകളല്ലേ ഇങ്ങനെ ഇതുപോലുള്ള ഹെയറും മൂക്കൊക്കെ കുത്തി ചെവി. പിന്നെ ടാറ്റു അല്ലേ? ഇത് കയ്യില് മാത്രമാണുള്ളത്? അല്ല, പുറത്തേക്ക് മൊത്തം അല്ലേ? ഇനിയിപ്പോ ലൈഫിലൊരു എയിം എന്താ പ്രധാനമായിട്ടും? ലൈഫിലെ എയിം എന്ന് വെച്ചാ എവിടെയെങ്കിലും ഒന്ന് എത്തി കിട്ടിയ. അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? പിന്നെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. സിനിമയിലൊക്കെ ഒരു വേഷം കിട്ടി ചെയ്യൂലേ? ചെയ്യും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എന്തായാലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ തെറി വിളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടന്മാരോട് എന്താ പറയാനുള്ളത്? അവരോടൊന്നും പറയുള്ളൂ, നമ്മളെ ഒരാളെ ഒരു വീഡിയോ കണ്ടിട്ട് വിലയിരുത്തരുത്. ഡയറക്റ്റ് വർത്താനം പറഞ്ഞ് അന്നേരം നമ്മുടെ വില അവർക്ക് അറിയുള്ളൂ, നമ്മളെങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. അത്ര പറയുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും പറയാം വലിയ അവരെടുത്ത് അടുത്ത് വരാണ്ട് പറഞ്ഞിട്ട് കഴിയില്ലല്ലോ ആൾക്കാരുടെ അടുത്ത്. ഞാൻ സത്യം പറഞ്ഞ വിഷ്ണുവിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വിഷ്ണു ഒരു ഭീകരനെ പോലെ തോന്നിയത്. കാരണം ഇങ്ങനെ മുടിയൊക്കെ വളർത്തി ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഫിറ്റിങ്സ് ഒക്കെ ആയിട്ട് കണ്ടപ്പോഴേ എല്ലാവരും. പക്ഷെ നേരിട്ട് വിഷ്ണുവായിട്ട് ഇവിടെ വന്ന ഒരു 5 മിനിറ്റ് സംസാരിച്ചോളാം. വിഷ്ണുവിന്റെ ശബ്ദം ഉയർന്നു പോലല്ലേ? വിഷ്ണു വളരെ പതുക്കെയാണ് സംസാരിക്കുന്നത്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ഒരു എന്താ പറയാല്ലേ, ഒരു സോഷ്യൽ മീഡിയ ഒരു പെർഫോമൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ? അപ്പോ ആ സോഷ്യൽ മീഡിയ നമ്മളങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും ആഗ്രഹം പോലെ ഒരു സിനിമാ രംഗത്ത് എത്താൻ സാധിക്കട്ടെ, കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവട്ടെ. ഇപ്പൊ തെറി വിളിക്കുന്ന ആൾക്കാർ എന്തായാലും ഷുവറാണ് അവരൊക്കെ നമ്മുടെ നാളെ ഫാൻസ് ആയിട്ട് വരും. അങ്ങനെയാണ് അതിന്റെ ചരിത്രം.
അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക് യു.